മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഈ ഞായറാഴ്ച നമ്മൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ 2 തരത്തിലുള്ള ഓട്ടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് ഈശോയുടെ പരസ്യ ജീവിതകാലത്തെ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് ഒരു വലിയ സമൂഹം ഈശോയുടെ പുറകെ ഓടുകയാണ്. അവരെന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടമാണ്. രണ്ടാമതായിട്ട് ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അവർ ഈശോയുടെ കൂടെ ഓടാൻ വേണ്ടി തയ്യാറായിട്ട് മുന്നോട്ട് വരുന്നവരാണ്. ഒന്നാമത്തെ ഓട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈശോയുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ജനസമൂഹം. അവർ പ്രതീക്ഷിക്കുന്നത് രോഗസൗഖ്യമായിരിക്കാം, സാമ്പത്തിക നേട്ടമായിരിക്കാം, അശുദ്ധാത്മാക്കളിൽ നിന്നുള്ള വിടുതലായിരിക്കാം. അങ്ങനെ പല കാര്യങ്ങളും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് മനുഷ്യൻ്റെ സ്വാഭാവികതയാണ്. എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ലഭിക്കുമെന്നറിയുമ്പോൾ മനുഷ്യർ ഓടാറുണ്ട്. എവിടെയെങ്കിലും ഒരു സാധനങ്ങൾക്ക് വില കുറയുന്നുണ്ടെന്നറിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ലഭിക്കുമെന്നറിയുമ്പോൾ അങ്ങോട്ട് നമ്മൾ പോവാറുണ്ട്. ഒരു മനോഹരമായ സിനിമയിലെ ഒരു രംഗം ഞാൻ ആലോചിക്കുകയാണ്. ജയറാം നായകനായിട്ട് അഭിനയിച്ച വൺ മാൻ ഷോ എന്ന സിനിമയിലെ ഭ്രാന്തന്മാരുടെ ആശുപത്രി പശ്ചാത്തലമായ ഒരു രംഗമുണ്ട്. അവിടെ എല്ലാ ഭ്രാന്തന്മാരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പിന്നാലെയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലീംകുമാർ ഓടി വരുന്നുണ്ട്. സലീംകുമാറിനെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എങ്ങോട്ടാണ് ഓടുന്നത്? അപ്പോൾ സലീംകുമാർ പറയുകയാണ്, ഞാൻ ഇവരെല്ലാവരും പറ്റിച്ചു. ഗേറ്റിന് മുമ്പിൽ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ ഇവരെല്ലാം പറ്റിച്ചത്. അപ്പോൾ സലീംകുമാറോട് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്തിനാണ് ഓടുന്നത്? അപ്പോൾ സലീംകുമാർ പറയുന്നത് ഇങ്ങനെയാണ്, ഇനി എങ്ങാനും അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ? ഇത് മനുഷ്യൻ്റെ ഒരു സ്വാഭാവികതയാണ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഭിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മനുഷ്യൻ ഓടാറുണ്ട്. എന്തെങ്കിലും വെറൈറ്റികളൊക്കെ എവിടെയെങ്കിലും ലഭിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ മനുഷ്യർ ഓടാറുണ്ട്. പക്ഷെ അതിൻ്റെ പുറകിലുള്ള നിഗൂഢ ലക്ഷ്യങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനുഷ്യൻ മറന്നു പോകാറുണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളും ചില ഓട്ടങ്ങളൊക്കെ ഓടാറുണ്ട്. നമ്മൾ ചില ധ്യാന കേന്ദ്രങ്ങളിലേക്കും ചില ദേവാലയങ്ങളിലേക്കൊക്കെ ഒരുപാട് ഓട്ടങ്ങൾ ഓടാറുണ്ട്. അത് ഈശോയുടെ പുറകിലേക്കുള്ളൊരു ഓട്ടമാണ്. അവിടെയെല്ലാം നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ചിലപ്പോഴെല്ലാം ഒരു രോഗസൗഖ്യമായിരിക്കാം, ഒരു സാമ്പത്തിക നേട്ടമായിരിക്കാം, അല്ലെങ്കിൽ അശുദ്ധാത്മാക്കളിൽ നിന്നുള്ളൊരു വിടുതലായിരിക്കാം. ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ഈ ഓട്ടം ഓടുന്നത്. പ്രധാനമായും നമ്മൾ എന്തിനാണ് ഈശോയെ അനുഗമിക്കേണ്ടത്? അതൊരു കുറച്ച് നേരത്തേക്കുള്ള എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ദൈവവുമായിട്ട് നിരന്തരമായിട്ടുള്ള ഒരു ജീവിതമാണ്. ജീവിതകാലം മുഴുവൻ ഈശോയോട് ചേർന്ന് ജീവിക്കാനുള്ള എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഈ കഴിഞ്ഞ മാസം ജനുവരി മാസത്തിൽ കൃപാസനം എന്ന ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പത്രം ഞാൻ വായിക്കുകയുണ്ടായി. ഒരു മനോഹരമായ എഡിറ്റോറിയൽ അതിനകത്തുണ്ട്. ഡോക്ടർ VP അച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയതാണ്. അതിൻ്റെ ഉള്ളടക്കം ഇത്രയേ ഉള്ളൂ, നിങ്ങളെടുക്കുന്ന ഉടമ്പടിയെല്ലാം അത് എന്തെങ്കിലും സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല, അത് ക്രിസ്തുവുമായിട്ട് ജീവിതകാലം മുഴുവൻ നമ്മളെടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. എന്നും അവൻ്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ഉടമ്പടി. അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ജീവിതകാലം മുഴുവൻ അനുഗമിക്കേണ്ടത് ഒരു ശിഷ്യൻ്റെ കടമയാണ്. ഇവിടെയാണ് നമ്മുടെ 2ാമത്തെ ഓട്ടം ആരംഭിക്കുന്നത്. അത് ക്രിസ്തുവിനോട് കൂടെയുള്ളൊരു ഓട്ടമാണ്. അല്ലാതെ ക്രിസ്തുവിൻ്റെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ട് താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയുള്ളൊരു ഓട്ടമല്ല. ക്രിസ്തുവിൻ്റെ കൂടെ ഓടുന്നവൻ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ത് ചെയ്യണമെന്ന് വചനത്തിലൂടെ തന്നെ ഈശോ വ്യക്തമാക്കുന്നുണ്ട്. അവൻ ചെയ്യേണ്ടത് എന്താ? അവൻ സ്വയം പരിത്യജിക്കണം. അവൻ സ്വന്തം കുരിശും എടുത്ത് ഈശോയുടെ പുറകെ പിന്നാലെ പോകണം. പലപ്പോഴും നമ്മൾ നമ്മുടെ കുരിശുകളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല. ആ കുരിശുകളോട് കൂടെ ഈശോനെ അനുഗമിക്കാനാണ്. എനിക്ക് തോന്നുന്നു ഈശോയെ അനുഗമിക്കുന്നവന് ഈശോ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് സ്വന്തം കുരിശുകളെടുക്കുവാനും സ്വയം പരിത്യജിക്കുവാനുമുള്ള അനുഗ്രഹങ്ങളായിരിക്കും അവിടുന്ന് നമുക്ക് നൽകുന്നത്. ഈ സുവിശേഷത്തിൻ്റെ 2ാമത്തെ ഭാഗത്തിലോട്ട് വരുമ്പോൾ ഈശോയുടെ കൂടെ ഓടാൻ വേണ്ടി തയ്യാറായിട്ട് 12 ശിഷ്യന്മാർ ഇറങ്ങിത്തിരിക്കുകയാണ്. അവർ ഈശോയുടെ അത്ഭുതങ്ങൾ കണ്ട് വന്നവരുണ്ട്, ഈശോയുടെ വചനങ്ങളിൽ വിശ്വസിച്ച് വന്നവരുണ്ട്. 3-ാമത്തെ അധ്യായം തൊട്ട് മുൻപിലായിട്ട് ലേവി വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അവിടെ ലേവി ഈശോയെ അനുഗമിക്കുന്നത് ഈശോയുടെ അത്ഭുത പ്രവർത്തനം കണ്ടിട്ടല്ല, മറിച്ച് അവൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ്. അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ലേവി ഈശോയെ അനുഗമിക്കുന്നുണ്ട്. ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്തു പ്രയോജനം? ഈ വചനമാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഈശോയെ അനുഗമിക്കാനായിട്ട് പ്രേരിതമായത്. അങ്ങനെ നിരവധി ആളുകൾ ഈശോയുടെ വചനത്തിൽ തന്നെ വിശ്വസിച്ച് ഈശോയുടെ പുറകെ പോയിട്ടുണ്ട്. ഈശോയുടെ പുറകെ പോകുന്നവർക്ക് തീർച്ചയായും അവിടുന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? നിരന്തരമായി അവനോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. വിശ്വാസത്തിൽ ആഴപ്പെട്ട് അവനോട് കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നിരവധിയായ ഗിഫ്റ്റുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇവരുടെ എല്ലാം നമ്മൾ ദൈവത്തെ കൂടുതലായിട്ട് ആഴത്തിൽ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമാണ് ഈശോയുടെ കൂടെ
ജീവിതകാലം മുഴുവൻ നമുക്കിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. അവൻ ക്രിസ്തുവിനെ ആദ്യമായി കാണുമ്പോൾ അവൻ വളരെ നിരാശയിലായിരുന്നു. അവൻ്റെ വള്ളത്തിൽ യാതൊന്നുമില്ല. ഈശോ അവന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണ്? ആ വള്ളം നിറയെ മത്സ്യങ്ങളായിരുന്നു. എന്നിട്ട് പത്രോസ് ചെയ്തത് എന്താ? ആ ഗിഫ്റ്റുകളുടെ പുറകെ പോവുകയല്ല, ആ ഗിഫ്റ്റുകളും സ്വന്തമായുള്ള വള്ളവും വലയും ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ പുറകെ പോവുകയാണ്. ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ ഗിഫ്റ്റുകൾ നൽകുന്നത് ആ ഗിഫ്റ്റുകളെ സ്നേഹിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് തന്ന നാഥനെ സ്നേഹിച്ച് മുന്നേറാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആർക്കെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആ ഗിഫ്റ്റുകളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണോ? അതുവഴി നമ്മളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ലേ? നമ്മുടെ ജീവിതത്തിലും അങ്ങനെ ദൈവം തന്ന ഗിഫ്റ്റുകളെ നമുക്ക് ഓർക്കാം. നന്നായിട്ട് പാട്ട് പാടാനായിരിക്കാം, നന്നായിട്ട് ഡാൻസ് കളിക്കാനായിരിക്കാം, ചിലപ്പോൾ നല്ലൊരു സാമ്പത്തിക ഉന്നമതിയായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ദാനം. അങ്ങനെ ഒത്തിരിയേറെ ഗിഫ്റ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഈ ഗിഫ്റ്റുകളുടെ പുറകെ പോവാതെ ഇവ തന്ന നാഥനെ സ്നേഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നല്ല ക്രിസ്തു ശിഷ്യരായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. മരണ സംസ്കാര സമയത്ത് ഒരു പ്രാർത്ഥനയുടെ വരി ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓട്ടം ക്രിസ്തുവിൻ്റെ പുറകെ എന്തെങ്കിലും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ഓട്ടമാണോ, അതോ ക്രിസ്തുവിനോട് കൂടെയുള്ള ഓട്ടമാണോ? അങ്ങനെ ക്രിസ്തുവിനോട് കൂടെ ഓടാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.